വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. അപ്പോൾ നമ്മുടെ CSEBയുടെ എക്സാമൊക്കെ അടുക്കാറായിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ CSEB എക്സാമിനും മറ്റ് എക്സാംസിനൊക്കെ, അതായത് സാധാരണ ഐച്ഛിക വിഷയമായിട്ടുള്ള മറ്റ് പരീക്ഷകൾക്കൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് ടോപ്പിക് വൈസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. മേജർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ്കോയെ കുറിച്ചാണ്. ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോന്റെ ഫുൾ ഫോം അടക്കം പഠിക്കേണ്ടതാണ്. ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഈ ഒരു ഇഫ്കോ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് ആണ്. ഇഫ്കോ ആണ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. രജിസ്റ്റർ ചെയ്തത് 3 നവംബർ 1967 രജിസ്റ്റർ ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണ്? മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അമെൻമെന്റ് ഒക്കെ വന്നിട്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 കീഴിലാണ്, അല്ലെങ്കിൽ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഫ്കോയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് ഇന്ത്യൻ ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ആൻഡ് കിസാൻ സേവ ട്രസ്റ്റ്. ഇതിന് രണ്ടിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. പിന്നെ അതുപോലെ തന്നെ ഇഫ്കോന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ് ആണ്. അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തത് 1967 നവംബർ 3 രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്, ഇപ്പോൾ അറ്റ് പ്രസന്റിൽ അത് ഫംഗ്ഷൻ ചെയ്യുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ്. ഇന്ത്യൻ ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവും കിസാൻ സേവ ട്രസ്റ്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. ഇഫ്കോന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് എസ്റ്റാബ്ലിഷ് എ ചാരിറ്റി ട്രസ്റ്റ് നോൺ ആസ് കിസാൻ സേവ ട്രസ്റ്റ്. അതായത് ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ചാരിറ്റി ട്രസ്റ്റ് ആണ് കിസാൻ സേവ ട്രസ്റ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊവൈഡ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ്. നാച്ചുറൽ കലാമിറ്റീസ് മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, ഫാർമേഴ്സ് സർവീസ് സെന്റർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇഫ്കോ. ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഫാർമേഴ്സ് സർവീസ് സെന്റർ. പിന്നെ ഇഫ്കോന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 30 മെമ്പേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹോളി ഓൺഡ് സബ്സിഡറി ഓഫ് ഇഫ്കോ. ഇഫ്കോന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനാണ് കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് ഇഫ്കോന്റെ നേതൃത്വത്തിലുള്ളത് കലോളിലാണ്. അപ്പോൾ ഇഫ്കോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാംസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് ഇഫ്കോ. ഇഫ്കോയും അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട്, രജിസ്റ്റർ ചെയ്ത ഇയർ, ഹെഡ് ക്വാർട്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ക്രിപ്കോ. ഇഫ്കോനെ പോലെ തന്നെ നമുക്ക് മത്സര പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് ക്രിപ്കോ എന്ന് പറയുന്നത്. ക്രിപ്കോന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് UP-ലെ നോയിഡ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ക്രിപ്കോ എന്ന് പറയുന്നത് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. രജിസ്റ്റർ ചെയ്തത് 17 ഏപ്രിൽ 1980 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ക്രിപ്കോ ഈസ് ആൾസോ കോൾഡ് വേൾഡ് പ്രീമിയം ഫെർട്ടിലൈസർ പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ്. ക്രിപ്കോ അറിയപ്പെടുന്നത് വേൾഡിലെ തന്നെ പ്രീമിയം ഫെർട്ടിലൈസർ പ്രൊഡ്യൂസിങ് കോപ്പറേറ്റീവ് എന്നുള്ള പേരിലാണ് ക്രിപ്കോ അറിയപ്പെടുന്നത്. ക്രിപ്കോന്റെ മെയിൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് യൂറിയം, അമോണിയ, ബയോ ഫെർട്ടിലൈസർ, ആർഗൺ സീഡ്സ് ഒക്കെയാണ്. അമോണിയൻ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഗുജറാത്തിലെ ഹാസിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മറ്റ് ഫാക്ടറീസ് UP-ലെ വാരാണസി, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ലഞ്ച എന്ന് പറഞ്ഞ സ്ഥലത്തും ഇതിൻ്റെ ഫാക്ടറീസ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിപ്കോയും ഇഫ്കോയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് നാഫെഡ്. നാഫെഡ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. നാഷണൽ ലെവൽ ഓർഗനൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആണ്.
നോഡൽ ഏജൻസിയാണ് പ്രൈസ് സപ്പോർട്ട് സിസ്റ്റം അല്ലെങ്കിൽ പ്രൈസ് സപ്പോർട്ട് സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് ഈ നാഫെഡ് എന്ന് പറയുന്നത്. നാഫെഡ് സ്റ്റാർട്ട് ചെയ്തത് 1958 ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. നാഫെഡിന് കേരളത്തിൽ കോഴിക്കോടും കൊച്ചിയിലും ബ്രാഞ്ചസ് ഉണ്ട്. നെക്സ്റ്റ് നാഫെഡിന് ഒരു ഫോറിൻ ടെർമിനൽ ഉണ്ട്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ദുബായിലാണ്. ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇൻഡോറിലാണ്. കോപ്പറേറ്റീവ് ടൂർ എന്ന് പറയുന്നത് നാഫെഡിന്റെ പബ്ലിക്കേഷൻ ആണ്. അപ്പൊ അതാണ് നാഫെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇഫ്കോയും ക്രിപ്കോയും നാഫെഡും പറഞ്ഞു. നെക്സ്റ്റ് വൺ ആണ് NCDC. NCDCനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. ഈ ഒരു NCDC എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. 1963 മാർച്ച് 13-ാം തീയതിയാണ് ഈ ഒരു NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് NCDC എന്ന് പറയുന്നത്. പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് ഡാഷ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നാഫെഡും അതുപോലെ തന്നെ NCCF ഒക്കെ തന്നിട്ട് NCDC ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആൻസർ വരിക NCDC ആണ്. നെക്സ്റ്റ് NCDC ആക്ട് പാസ്സാക്കിയത് 1962 തേർഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലാണ് NCDC ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ in 1956 the National Cooperative Development and Warehousing Board as per the recommendation of All India Rural Credit Survey Committee, it is run by NCDC. അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ NCDC ഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുൻഗാമിയായിട്ടുണ്ടായിരുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് വെയർഹൗസിംഗ് ബോർഡ് ആയിരുന്നു. പിന്നീട് നൗ ദ വെയർഹൗസിംഗ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔൺ ബൈ എസ്റ്റാബ്ലിഷിംഗ് സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ബൈ FCA. ഇപ്പോൾ ആ വെയർഹൗസിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് FCAയുടെ കീഴിലുള്ള സെൻട്രൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ആണ്. പിന്നെ ഈ NCDCനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സുപ്രീം ബോഡി എന്ന് പറയുന്നത് ജനറൽ കൗൺസിലാണ്. അതിൽ 51 അംഗങ്ങളാണ് ഉള്ളത്. ഇതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 12 മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പിന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസ് കൂടാതെ 16 റീജിയണൽ ഓഫീസുകളും സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്സും വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ബിസൈഡ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് NCDC ഫംഗ്ഷൻ ത്രൂ 16 റീജിയണൽ ഓഫ് സ്റ്റേറ്റ് ഡയറക്ടറേറ്റ്. 16 സ്റ്റേറ്റ് ഡയറക്ടറേറ്റ് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. ദ പ്രസിഡന്റ് ഓഫ് NCDC എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. NCDC ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കൊടുക്കുക. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന് നേരിട്ട് അസിസ്റ്റൻസ് കൊടുക്കില്ല. ഗവൺമെന്റ് ത്രൂ ആണ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത് NCDC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫണ്ടാണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. റൂറൽ കൺസ്യൂമർ സ്കീമും ലീഡ് ലിങ്ക് സ്കീമും ഇൻട്രൊഡ്യൂസ് ചെയ്തത് NCDC ആണ്. 1976 ഈ ഒരു ലീഡ് ലിങ്ക് സ്കീം NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ അസിസ്റ്റൻസ് ഗിവൺ ബൈ NCDC ബൈ വേ ഓഫ് ലോൺ ആൻഡ് സബ്സിഡി ആണ് ICDP എന്ന് പറയുന്നത്. ICDP വഴിയാണ്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് വഴിയാണ് ഈ NCDC അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1986 ആ പീരീഡിലാണ്. ICDP ഇംപ്ലിമെൻ്റ് ചെയ്ത് ഫസ്റ്റ് വെസ്റ്റ് ബംഗാളിലാണ്, ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലെ നാദിയ ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ അത് ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. കേരളത്തിൽ 5 ICDPകളാണുള്ളത്. ICDP ICDPയുടെ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് DCB വഴിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് ഗിവൺ ടു കേരാഫെഡ് ഫോർ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ NCDC. കേരാഫെഡിന് NCDC കൊടുക്കുന്ന ഗ്രാൻഡാണ് കമ്മോഡിറ്റി ഗ്രാൻഡ് എന്ന് പറയുന്നത്. കേരാഫെഡിൻ്റെ ഇത് ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മളതിൽ പഠിക്കാണ്ട് കമ്മോഡിറ്റി ഗ്രാൻഡ് എന്ന് പറയുന്നത് അത് കേരാഫെഡിന് NCDC പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാൻഡാണ്. പിന്നെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ഗവേൺ ചെയ്യുന്നതും അതിനെ നിയന്ത്രിക്കുന്നതൊക്കെ ഈ NCDC ആണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് NCDC ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. MSP എന്ന് പറയും, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CSEBയുടെ എക്സാം നമുക്ക്
അധികം വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പീരീഡിലൊക്കെ നിങ്ങളെ കൂടുതൽ പഠനത്തിന് മോട്ടിവേറ്റ് ചെയ്യാനും പുതിയ ഒരു 2025 നിങ്ങൾക്ക് നല്ലൊരു ജോലി, നല്ലൊരു സഹകരണ മേഖലയിൽ നല്ലൊരു ജോലി നേടാനും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്ക് റെഡിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്താണ് ഒരു എക്സ്മസ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CSEBയുടെ കോഴ്സുകൾക്ക് അപ് ടു 20% നമ്മൾ ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ കോഴ്സ് ഫീൻ്റെ 20% ഡിസ്കൗണ്ട് വരെ നമുക്ക് ലഭിക്കുന്ന തരത്തിലാണ് ഓഫർ ഉള്ളത്. അപ്പോൾ ഈ ഓഫർ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ ഓഫർ നമുക്ക് ഡിസംബർ 27 വരെയാണ് ഈ ഓഫർ അവൈലബിൾ ആവുക. അപ്പോൾ വേഗം നമ്മൾ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ CSEB എക്സാമിന് CCയോടൊപ്പം തയ്യാറാവുക. നമുക്ക് 2025 CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാം CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്